ഇതും ഒരു ഹൈഡ്രോളിക് മെഷീനാണ്. ഇത് ഇതിൻ്റെ പേര് മക്കോഡ തന്നെയാണ്. പക്ഷെ ഇതിന് സ്റ്റിയറിംഗ് ഇല്ല, ഇതെല്ലാം ഹൈഡ്രോളിക്കാണ്. സ്വിച്ചിലാണ് ഇതിൻ്റെ ടയറെല്ലാം വീലൊക്കെ വർക്ക് ചെയ്യുന്നത് സ്വിച്ചിലാണ്. അതിപ്പോൾ ഞാൻ നിൽക്കുന്ന സാധനം ഇത് മേളിലേക്ക് പോക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി വരും, താഴേക്ക് താന്ന് പോവും. അപ്പോൾ സൈഡിലേക്ക് സ്വിച്ചിൽ പുറത്തേക്ക് തള്ളും. ഇതെല്ലാം ഹൈഡ്രോളിക്കാണിത്. ഇതുപോലെ 4-5 സൈഡ് ഇതിൻ്റെ പുറകിലും ഉണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും മറ്റേ പോലെ തന്നെ നമ്മളെ കളയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പം മക്ലീനയുടെ കളയാനായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് ടെലിപ്പാലസ്. ഇത് ശ്രീയ ബോർഡറാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് ശ്രീയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ 100 കണക്കിന് ഇതാണ് കാറ്റാടി യന്ത്രങ്ങളാണ്, ഫാനുകളാണ്. ഈ തോട്ടത്തിൻ്റെ നടുക്കൂടെ എല്ലാം 100 കണക്കിന് കാറ്റാടി യന്ത്രങ്ങളാണ്. ഈ പ്രദേശം മുഴുവൻ അതാണ്. ഇവിടെ 24 മണിക്കൂർ ഇങ്ങനെ കാറ്റുള്ള സ്ഥലമാണ്. ചെറിയ ചെറിയ കാറ്റുകളുണ്ട്. മൊത്തം ഈ കാറ്റാടി യന്ത്രങ്ങൾ മാത്രമാണത്. അത് 100 കണക്കിനുണ്ട്. ഇവിടെ ഒരു ഏക്കർ കണക്കിന് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഏക്കർ ഭൂമിയിൽ ഇതാണ് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ കാകളയുന്ന മക്ലീനയുടെ കാകളയുന്ന അവിടെ ഞങ്ങൾ 4 പേരാണ്. 3 തായ്ലാൻഡ് ഞാനുമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നേരെ പുറകെ കാണുന്ന ഇല വിരിഞ്ഞിരിക്കുന്ന തോട്ടം അത് മുന്തിരിയാണ്. മുന്തിരി ആയിട്ടില്ല. മുന്തിരി ആയി കഴിയുമ്പോൾ മുന്തിരിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാവേ. ഈ വണ്ടിയുടെ പേരാണ് മക്കോണ. ഇവിടെ ഇപ്പോൾ സമയം എത്രയായി? ഏകദേശം 9:50. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ 10:50 നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് കിട്ടും. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു 40 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പം ഞങ്ങളവിടെ തൊട്ടപ്പുറം ചെറിയൊക്കെ ഉണ്ട്. ചെറിയ എല്ലാം പഴുത്ത് കായ്ച്ച് റെഡി ആയിട്ടുണ്ട്, പഴുത്തിട്ടുണ്ട്. പക്ഷേ പഴുത്തെന്ന് പറഞ്ഞാൽ റെഡ് കളർ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ മധുരമായിട്ടില്ല, അപ്പോഴും പുളിയാണ്. അപ്പോൾ ഞാൻ ചെറിയുടെ എല്ലാം വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. മുമ്പിൽ കാണുന്നത് വലിയ വലിയ കാറ്റാടി യന്ത്രം, ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളുടെ കളിയാണ്. ഇവിടെ നിന്നൊക്കെ ഈ ഇതിൻ്റെ കറണ്ടൊക്കെ ഉൽപ്പാദിച്ചിട്ട് ജോർദാന്, സിറിയക്കെല്ലാം കറണ്ട് വിൽക്കുന്നുണ്ട്. ഇവർക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഈ പാലസ്തീനടക്കം യുദ്ധമാണെങ്കിൽ പോലും പാലസ്തീനടക്കം കറണ്ടെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലാണ്. ഇപ്പം അതെല്ലാം നിർത്തി എന്നാണ് തോന്നുന്നത്. ഇപ്പം കറണ്ട് സപ്ലൈ ചെയ്യുന്നില്ല. ഇതിന് ചപ്പ് കൂടുതലാണ്, അതുകൊണ്ട് കാണുന്നില്ല. മറ്റേ കവാത്ത് ചെയ്തപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരില പോലും ഉണ്ടായിരുന്നു. നമ്മുടെ മുതലാളിയുടെ തോട്ടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തോട്ടം ടെലിപ്പാലസിലെ തോട്ടമാണ്. ഏകദേശം 70 ഏക്കറിനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏക്കറല്ല, ഹെക്ടർ. 70 ഹെക്ടർ അല്ല, ഏകദേശം 30 ഹെക്ടർ. അപ്പോൾ 30 ഇപ്പം 3 6 ഏകദേശം 75 ഏക്കറോളം തോട്ടം നമ്മുടെ ഇതിലുണ്ടാവും. 30 ഏക്കർ തോട്ടമാണ്. ഇതുപോലെ 5-6 സ്ഥലത്തായിട്ടാണ് തോട്ടങ്ങളുള്ളത്. കായ ഇപ്പോൾ ഈ കായെല്ലാം കുറേ പറിച്ച് കളയും. എങ്ങോട്ട് നോക്കിയാലും കാറ്റാടി യന്ത്രമാണ്. കാറ്റാടി യന്ത്രം കറങ്ങുന്നത് കിലോമീറ്ററുകൾ അപ്പുറമാണത്. തൊട്ട് പുറയിൽ കാണുന്നത് മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടം അവിടെ മാത്രം ഇവിടെ അല്ല കേട്ടോ, കുറേ ഉണ്ട്. മുന്തിരിത്തോട്ടം കുറേ ഉണ്ട്. പക്ഷേ ഈ കാണുന്നത് മുന്തിരിത്തോട്ടം. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടെല്ലാം മുന്തിരിത്തോട്ടം ഉണ്ട് വേറെ. മറ്റേ അവിടെ മറ്റേ പുറകിൽ കണ്ടോ, മറ്റേ നെറ്റിട്ട് മൂടിയേക്കണം, അത് നമ്മുടെ കിവിയുടെ തോട്ടമാണ്.
ഇത് തൊട്ടപ്പുറം നമ്മുടെ ഇതിൽ വാട്ടർ മെലോൺ തണ്ണിമത്തൻ്റെ തോട്ടമുണ്ട് തൊട്ടപ്പുറം. ഇതിൻ്റെ നമ്മുടെ ഒരു സൈഡ് ഒരു സൈഡ് അതിൽ മുന്തിരിത്തോട്ടം, ഒരു സൈഡിൽ തണ്ണിമത്തൻ്റെ തോട്ടം, പിന്നെ ഒരു സൈഡ് മറ്റേ അതിർത്തി വരുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇല്ല. ശ്രീയാൻ്റെ അതിർത്തി ബോർഡർ വരുന്നുണ്ട്. അതിർത്തി ഭാഗമാണ് കൂടുതലുള്ളത്, ശ്രീയാൻ്റെ അതിർത്തി. അപ്പം മുന്തിരി തണ്ണിമത്തനാണ് നമ്മുടെ അതിർത്തിയിൽ വരുന്നത്. ഞാൻ റെസ്റ്റ് ടൈമിൽ ഞാൻ ചുവന്ന നിർത്തുമ്പോൾ മറ്റേ ചെറിയ കാഴ്ച പഴുത്തേക്കുന്ന വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിർത്തുക ഇവിടെ.